അടുത്ത ഭാഗം നമുക്ക് നോക്കാം. ദ ഹംഗ്രി ക്രോ. ഹംഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? വിശന്നിരിക്കുന്ന, വിശപ്പ്. ദ ഹംഗ്രി ക്രോ എന്ന് പറഞ്ഞാൽ വിശന്നിരിക്കുന്ന കാക്ക. എന്താ ഈ പിക്ചറിൽ കാണുന്നത്? നമ്മുടെ കാക്കയുണ്ട്. കാക്കയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? കാക്കയുടെ കയ്യിൽ ഒരു കഷ്ണം എല്ലുണ്ട്. വേറെന്താ ഉള്ള പിക്ചറിൽ? പിന്നെ കുറച്ച് മരങ്ങളുണ്ട്. കാക്ക കൂടെ പറന്ന് പോകുന്നുണ്ട്. നമുക്ക് വായിച്ച് നോക്കാം. റോക്കി വാക്ക്ഡ് ബാക്ക്. ഓൺ ദ വേ he got a bone. He sat on the grass and started chewing it. Wah, manji whoosh. He closed his eyes in joy. The crow was observing the scene. She was very hungry. She snatched the bone and flew away. "Oh, you naughty crow," Rocky barked. He did not know what to do. He jumped up and down several times. He scratched his head and rolled in the mud. Slowly he calmed down. നമുക്കിതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം. റോക്കി വാക്ക്ഡ് ബാക്ക്. റോക്കി തിരികെ നടന്നു. ഓൺ ദ വേ ഹി ഗോട്ട് എ ബോൺ. പോകുന്ന വഴിക്ക് അവനൊരു കഷ്ണം എല്ല് കിട്ടി. ഹി സാറ്റ് ഓൺ ദ ഗ്രാസ് ആൻഡ് സ്റ്റാർട്ടഡ് ച്യൂയിങ് ഇറ്റ്. അവനൊരു പുൽമൈതാനത്ത്, ഒരു പുല്ലിൽ ഇരുന്ന് സ്റ്റാർട്ടഡ് ച്യൂയിങ് ഇറ്റ്, അത് ചവയ്ക്കാൻ തുടങ്ങി. വാ മഞ്ചി വൂഷ്. ഹി ക്ലോസ്ഡ് ഹിസ് ഐസ് ഇൻ ജോയ്. അവൻ ആ സന്തോഷത്തിൽ കണ്ണുകളെല്ലാം അടച്ചുകൊണ്ട് ആ എല്ലും കഷ്ണം ആസ്വദിച്ച് കഴിച്ചു. ദ ക്രോ വാസ് ഒബ്സർവിങ് ദ സീൻ. കാക്ക ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. നിരീക്ഷിക്കുക, ഒബ്സർവിങ്. ഷീ വാസ് വെരി ഹംഗ്രി. അവൾ വളരെയധികം വിശന്നിരിക്കുകയായിരുന്നു. ഷീ സ്നാച്ച്ഡ് ദ ബോൺ ആൻഡ് ഫ്ലൂ എവേ. അവൾ ആ എല്ലും കഷ്ണം തട്ടിയെടുത്തുകൊണ്ട് പറന്നുപോയി. ഓ യു നോട്ടി ക്രോ, റോക്കി ബാക്ക്ഡ്. ഓ വികൃതിയായ കാക്ക എന്ന് പറഞ്ഞ് റോക്കി കുരച്ചു. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു. അവൻ എന്താ ചെയ്യേണ്ടത് തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. ഹി ജംപ്ഡ് അപ്പ് ആൻഡ് ഡൗൺ സെവറൽ ടൈംസ്. അവൻ കുറേ തവണ മുകളിലേക്കും താഴത്തേക്കും ചാടി. ഹി സ്ക്രാച്ച്ഡ് ഹിസ് ഹെഡ് ആൻഡ് റോൾഡ് ഇൻ ദ മഡ്. അവൻ അവൻ്റെ തലയെല്ലാം ചൊറിഞ്ഞ് മണ്ണിൽ ഉരുളാൻ തുടങ്ങി. സ്ലോലി ഹി കാം ഡൗൺ. മെല്ലെ മെല്ലെ അവൻ ശാന്തനായി. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്കതൊന്ന് വായിച്ചു നോക്കാം. റോക്കി ബാക്ക്ഡ് എലൗഡ് ആൻഡ് ജംപ്ഡ് അപ്പ് ആൻഡ് ഡൗൺ സെവറൽ ടൈംസ്. വൈ? റോക്കി കുറേ വട്ടം മുകളിലേക്കും താഴത്തേക്കും ചാടുകയും ഉറക്കെ കുരയ്ക്കുകയും എല്ലാം ചെയ്തു. എന്തിനായിരുന്നു അങ്ങനെ ചെയ്തത്? എല്ലാവരും പറഞ്ഞ എന്തിനായിരുന്നു അങ്ങനെ ചെയ്തത്? വൈ എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാണ് തുടങ്ങുക? വൈ എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെയെന്നൊക്കെയാണ്. അപ്പോൾ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. കാരണത്തിന് എന്താ പറയുക? ബിക്കോസ് ദ ക്രോ സ്നാച്ച്ഡ് ഹിസ് ബോൺ ആൻഡ് ഫ്ലൂ എവേ. ഇവൻ്റെ ഈ റോക്കിയുടെ എല്ല് തട്ടിയെടുത്തുകൊണ്ട് ആ കാക്ക പറന്നുപോയി അല്ലേ? കാക്ക എന്നുള്ളതിന് ദ ക്രോ, തട്ടിയെടുത്തു എന്നുള്ളതിന് സ്നാച്ച്ഡ്. എന്താണ് തട്ടിയെടുത്തത്? ദ ബോൺ. എന്നിട്ട് എന്താ ചെയ്തേ? ആൻഡ് ഫ്ലൂ എവേ. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് മനസ്സിലായി. ബിക്കോസ് ദ ക്രോ സ്നാച്ച്ഡ് ഹിസ് ബോൺ ആൻഡ് ഫ്ലൂ എവേ. നമുക്കിനി ആക്ടിവിറ്റി നമ്പർ 9 നോക്കാം. ഹിയർ ഈസ് എ ഷോർട്ട് പോയം എബൌട്ട് എ പാരറ്റ്. റീഡ് ഇറ്റ്. ഇവിടെ പാരറ്റിനെ കുറിച്ചൊരു ചെറിയ പോയം കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഗ്രീൻ പാരറ്റ്. ഇത് ഈ പോയത്തിൻ്റെ ഹെഡിങ് ആണ് അല്ലെങ്കിൽ ടൈറ്റിലാണ്. ഗ്രീൻ പാരറ്റ്, ഹൗ ഡു യു ക്രൈ? സ്ക്രീച്ച് 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 ഗോസ് മൈ ക്രൈ. ഗ്രീൻ പാരറ്റ്, പച്ചത്തത്തെ, ഹൗ ഡു യു ക്രൈ? നീ എങ്ങനെയാണ് കരയുക?
സ്ക്രീച്ച് 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 ഗോസ് മൈ ക്രൈ. സ്ക്രീച്ച് 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 എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കരയുക. നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു കാക്കയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ കാക്കയെക്കുറിച്ച് എഴുതണം. ഒരു 4 വരിയുള്ള പോയമാണ് എഴുതേണ്ടത്. അതിന് മുന്നേ അതിനെക്കുറിച്ചൊരു ടൈറ്റിൽ എഴുതണം. പിന്നെ ഇവിടെ താഴത്തതാ ഒരു വെള്ള കളറ് പൂച്ചയുണ്ട്. അപ്പോൾ അതിനും ഒരു ടൈറ്റിൽ കൊടുക്കുക. അതിനെക്കുറിച്ചും 4 വരികൾ നിങ്ങൾ എഴുതണം. നമുക്കൊന്ന് എഴുതി നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റി എഴുതാം. ബ്ലാക്ക് ക്രോ, ഹെഡിങ് ആണ് ബ്ലാക്ക് ക്രോ. ബ്ലാക്ക് ക്രോ ഹൗ ഡു യു ക്രൈ? ക്രാ 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 ഗോസ് മൈ ക്രൈ. ഇനി നമുക്ക് പൂച്ചയെക്കുറിച്ച് നോക്കാം. ഇത് വെള്ള കളറല്ലേ, അതുകൊണ്ടാണ് വൈറ്റ് ക്യാറ്റ് എന്ന് കൊടുത്തിട്ടുള്ളത്. വൈറ്റ് ക്യാറ്റ് ഹൗ ഡു യു ക്രൈ? മ്യാവ് 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 ഗോസ് മൈ ക്രൈ. എല്ലാവരും ഒന്ന് എഴുതി നോക്കിയേ.